السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم. ഞാൻ ഒരു നാട്ടിലെ ഖതീബായിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ കടന്നു വരികയാണ്. അയാൾ ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനായിരുന്നു. അങ്ങനെ അയാൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയുകയാണ്, ഉസ്താദേ, എനിക്കൊരാഗ്രഹം. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത്, നിങ്ങളുടെ ഈ ഇസ്ലാമിലെ കാഴ്ചപ്പാടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അവിടുത്തെ ആഘോഷങ്ങളും അവിടുന്ന് ചെയ്യുന്നതായ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും എനിക്കൊരാഗ്രഹം, ആ മതത്തിലേക്ക് പോയാൽ എന്താണ്, അതായിരിക്കുമോ ഒരു പക്ഷേ സത്യമതം? അതുകൊണ്ടാണല്ലോ അവർ എവിടെയും പരാജയപ്പെടാതെ തന്നെ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് ഒരു മുസ്ലിം ആവണം. ഖതീബായിരിക്കാൻ ഞാൻ അവിടെ നിന്ന് ഒരൊറ്റടിക്ക് ഒരിക്കലും ഷഹാദത്ത് കലിമ ചൊല്ലിക്കെടുക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കി. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖുർആൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ പോയി കുളിച്ചു വരിക എന്ന് പറഞ്ഞ ചരിത്രം മനസ്സിലാക്കിയവരാണല്ലോ നാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിനക്ക് ഉറപ്പാണോ മുസ്ലിം ആവണമെന്ന്? അല്ല, നീ ഇതിൽ നിന്ന് പിന്നീട് പിന്മാറുമോ? നിനക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടോ ഈ മുസ്ലിം മതത്തിലേക്ക് കടന്നു വരാൻ? അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യൻ പറഞ്ഞു, അതെ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് നിങ്ങൾ എന്നെ മുസ്ലിം ആക്കി തരണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് പഠിച്ച അതേ ചരിത്രത്തിലെ കഥ ഞാൻ ഇവിടെ ആവർത്തിച്ചു. നീ പോയി ഒന്ന് കുളിച്ച് വുളൂ ചെയ്ത് വരണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഓരോ കലിമത്തും ചൊല്ലിക്കൊടുത്ത് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷേ എനിക്കുറപ്പില്ല ഇയാൾ മുസ്ലിമിൽ ഉറച്ചു നിൽക്കുമെന്ന്. പക്ഷേ നാം ആകുന്ന ഒരു ഖതീബിൻ്റെ മേൽ കടമയാണ്, ഒരു മനുഷ്യൻ മുസ്ലിം ആവാൻ എൻ്റെ അടുക്കൽ വന്നാൽ, എന്ത് ആശ്രയത്തിന് വേണ്ടിയും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അവനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഞാൻ അവനെ ഒരു ഹായിബായ കൈയോടുകൂടെ തിരിച്ചയക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവിടുന്ന് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും അവനെ അല്പാൽപമായി, ഇസ്ലാം ഒരു മനുഷ്യൻ പുതു മുസ്ലിം ആകുമ്പോൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഒറ്റടിക്ക് പറഞ്ഞു കൊടുക്കാതെ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരൊറ്റടിക്ക് ഇറങ്ങിയതല്ല. ഓരോ ഘട്ടഘട്ടമായി ഓരോ സാഹചര്യത്തിൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തതുപോലെ അതേ ചര്യ നാം തുടരാമെന്ന് കരുതി. അങ്ങനെ ആ മനുഷ്യനോട് സമയത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇസ്ലാം പുതു മുസ്ലിമിന് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. അവൻ നീ മുമ്പ് ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, അതെല്ലാം നിനക്ക് പൊറുത്തു തരും. നീ ഒരു പുതിയൊരു മനുഷ്യനെ പോലെയാണ്. നീ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതത് അനുസരിച്ച്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്
കിട്ടിയതാണ് എന്ന ബോധത്തോടുകൂടെ നീ അത് മനസ്സിലാക്കി അതേ ചര്യയിൽ നീ ജീവിച്ചാലുണ്ടല്ലോ, നിനക്ക് നാളെ വലിയൊരു പണ്ഡിതനാവാം, നാളെ സ്വർഗത്തിലൊരു അവകാശിയും കൂടി നിനക്കാവാം. നിനക്കൊരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഫിത്ർ സക്കാത്തിൻ്റെ അരികൾ അതിൽ നിന്ന് 8 വിഭാഗത്തെ എണ്ണിയതിൽ പുതു മുസ്ലിമിനെ എണ്ണി. അങ്ങനെ അവിടെ സക്കാത്തൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഞാൻ ആ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ മഹല്ല് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യൻ മുസ്ലിം ആയിട്ടുണ്ട്, അവനെ പരിഗണിക്കണം. 8 വിഭാഗത്തിലൊരു വിഭാഗം ഒരിക്കലും മാറാത്ത വിഭാഗമാണ്. ഫഖീർ മിസ്കീനൊക്കെ മാറാമെങ്കിലും ഇത് മാറാൻ പാടില്ല എന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ നിങ്ങൾ പരിഗണിക്കണമെന്ന് നാട്ടുകാരോട് പറഞ്ഞ് അവിടെ നിർത്തി. ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞു ആദ്യം ളുഹ്ർ നിസ്കാരത്തിന് നിങ്ങൾ ജമാഅത്തിനായി നിർബന്ധമായും വരണം. അങ്ങനെ ഓരോ വക്തും ജമാഅത്തായി നിസ്കരിക്കാൻ വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ഈ മനുഷ്യൻ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാമിൽ ഇതെല്ലാമാണ് നിയമങ്ങളെന്നൊക്കെ പഠിപ്പിച്ചു. ഇസ്ലാം ആ രീതികൾ നിങ്ങൾ കറക്റ്റ് പാലിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം ഉറപ്പെന്ന് ഞാൻ ഗ്യാരണ്ടി തരാമെന്ന് ഞാൻ അങ്ങോട്ട് വാക്കുകൊടുത്തു. ഈ മനുഷ്യൻ ഇസ്ലാമിനോട് വല്ലാതെ കൂറ് തോന്നിക്കൊണ്ട് അവിടുന്ന് പിന്നീടും ഒരാഗ്രഹം പറഞ്ഞു, എനിക്ക് ഇസ്ലാമിക ഈ മതത്തിൽ ഏറ്റവും വലിയ ഗ്രേഡ് നേടാൻ എനിക്കെന്താണ് സാധിക്കുക, ഏറ്റവും വലിയ അമൽ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമേ ബേസിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങിക്കൊണ്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നിനക്ക് വലിയൊരു മത പുരോഹിതനായി മാറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും അധികം നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ മനസ്സിലാക്കി ഇസ്ലാമിൽ നിലനിർത്താൻ പരമാവധി ഖതീബായിരിക്കെ എന്നിൽ നിന്ന് അവനിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്ലാം നിലനിർത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.